വീണ്ടും സ്വാഗതം കൗണ്ടർ പ്രസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ക്വാർട്ടർ ഫൈനൽസിന്റെ ഫസ്റ്റ് ലെഗാണ്. ചാമ്പ്യൻസ് ലീഗ് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. 2-1 എന്നുള്ള സ്കോർ ലൈനിൽ ബയൺ മ്യൂണിക് റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ അനാലിസിസിലേക്ക് നമുക്ക് കടക്കാം. ഒരു ഹൈ ഇൻറ്റൻസിറ്റിയോട് കൂടി തുടങ്ങിയ ഒരു മത്സരമായിരുന്നു. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പോകുന്നത് ബയൺ മ്യൂണിക്കിന്റെ പ്രസ്സിംഗ് ഷേപ്പിലേക്കാണ്. കാരണം ഒരുപാട് റിക്കവറീസും നല്ലൊരു ഇൻറ്റൻസിറ്റിയോടെ പ്രസ്സിംഗ് ഷേപ്പോട് കൂടി തന്നെ ബയണിന് കാഴ്ചവെക്കാനായിട്ട് ഇന്നലെ സാധിച്ചതാണ്. ഒരു മാൻ ടു മാൻ സിസ്റ്റത്തിലേക്കാണ് ബയൺ മ്യൂണിക്ക് പോയത്. പക്ഷെ പൊതുവെ നമ്മൾ കാണുമ്പോൾ ഗോൾ കീപ്പറെ സ്പെയർ പ്ലെയർ ആക്കുന്നതാണ് നമ്മൾ മാൻ ടു മാൻ സിസ്റ്റത്തിൽ നമുക്ക് എപ്പോഴും കാണാം. കാരണം ഗോൾ കീപ്പറിനെ ഡയറക്റ്റ്ലി പ്രസ് ചെയ്യാനായിട്ട് ഒരു പ്ലെയർ നമ്മൾ റെഡി ആയി നിൽക്കുന്ന കാഴ്ച വളരെ കുറവാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ബയൺ ഇന്നലെ സെറ്റപ്പ് ചെയ്തിരുന്നത്. കാരണം ഫസ്റ്റ് ലൈൻ ഓഫ് പ്രസ്സിൽ നമുക്ക് ഇന്നലെ 3 പ്ലേയേഴ്സിനെ കാണാൻ കഴിഞ്ഞു. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ത്രീ ആയിരുന്നു ബയൺ അവിടെ റെഡി ആക്കിയിരുന്നത്. ഇതിന് കാരണം ഉണ്ടായിരുന്നു. റയൽ തങ്ങളുടെ 3 മിഡ്ഫീൽഡേഴ്സിനെ ഡീപ്പായിട്ട് നാരോ ആയിട്ട് ഇരുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇത് എന്തിനായിരുന്നു വെച്ചാൽ ബാക്ക് ലൈനിൽ ഒരു 1v1 പിടിച്ചു കൊടുക്കാനായിരുന്നു. വിനീഷ്യസിനായാലും എംബാപ്പയ്ക്കായാലും 1v1സിൽ എപ്പോഴും അഡ്വാൻറ്റേജസ് എടുക്കാൻ പറ്റുന്ന പ്ലേയേഴ്സാണ്. ആ ഒരു പ്രൊഫൈൽസ് കൺസിഡർ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് റയൽ കൊണ്ടുവന്നത്. ബയൺ ആകട്ടെ അത്രയും കോമ്പാക്റ്റ് ആയിട്ട് ഫസ്റ്റ് ലൈൻ ഓഫ് പ്രഷറും സെക്കൻഡ് ലൈൻ ഓഫ് പ്രഷറും വരുത്തുന്നു. ഇത് ബയണിന്റെ വിങ്ങേഴ്സിനെ സംബന്ധിച്ചിട്ട് കുറച്ചൊരു ഓവർലോഡ് ഉണ്ടായിരുന്നു. കാരണം ഫുൾ ബാക്സിനെ പ്രസ് ചെയ്യാനായിട്ടും മിഡ്ഫീൽഡേഴ്സിന് കവർ ഷേഡായിട്ട് നിൽക്കാനായിട്ടും ബയണിന്റെ സെക്കൻഡ് ലൈൻ ഓഫ് പ്രസ് വളരെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കേണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഗോൾ കീപ്പറുടെ കയ്യിലേക്ക് ബോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഗോൾ കീപ്പർ പോയിട്ട് പ്രസ് ചെയ്യാനായിട്ട് ഒരു പ്ലെയർ റെഡി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ലോങ് പോകുമ്പോഴായാലും ബാക്ക് ലൈനിലുള്ള പ്ലേയേഴ്സ് നല്ല രീതിക്ക് തന്നെ ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നു ബയണിന്റെ ഡിഫൻഡേഴ്സ്. സോ ആ ഒരു ത്രെറ്റ് ഒഴിവാക്കാനായിട്ടും ഫസ്റ്റ് ഹാഫിൽ ലോങ് ബോൾസിൽ വിനീഷ്യസിനെയും എംബാപ്പനെയും ക്വൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ടും ബയണിന് സാധിച്ചു. ഒരു മാൻ ടു മാൻ പ്രസ്സിനെതിരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂവ്മെന്റ്സ് എന്നുള്ളത്. പ്രത്യേകിച്ച് പ്ലേയേഴ്സ് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്. ഒരു മിഡ്ഫീൽഡറോ അല്ലെങ്കിൽ ഒരു പ്ലെയറോ ഒരു സ്പേസ് ലീവ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു സ്പേസിനെ കവർ ചെയ്തിട്ട് അവിടെ റിസീവ് ചെയ്തിട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ട് മറ്റ് മിഡ്ഫീൽഡേഴ്സിനോ അല്ലെങ്കിൽ പ്ലേയേഴ്സിനോ സാധിക്കണം. എന്നാലേ നമുക്ക് ഈ മാൻ ടു മാൻ പ്രസ്സിനെ ബീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ ഈ ഒരു കാഴ്ച വളരെ കുറവായിരുന്നു റയലിനെ സംബന്ധിച്ചിട്ട്. ഇതുകൊണ്ട് തന്നെ ഇന്റൻസിറ്റിയും റയലിൻ്റെ ഈ ബിൽഡപ്പിലുള്ള പ്രശ്നവും കാരണം ഒരുപാട് ടേൺ ഓവേഴ്സ് ബയണിന് കിട്ടി. അവർക്കത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ വിചാരിച്ചു 1-2 കയറേണ്ട സമയം കഴിഞ്ഞു എന്നുള്ള രീതിക്ക് പലപ്പോഴും തോന്നിക്കുന്ന കാഴ്ച ബയൺ റയലിന് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ ഒരു പ്രസ്സിംഗ് ഇൻറ്റൻസിറ്റിന്ന് മോചനം ഉണ്ടായിരുന്നു നമുക്ക് നോക്കാം. മൊത്തത്തിൽ മോചനം ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും സാധിക്കുമ്പോഴൊക്കെ ക്വിക്ക് ആയിട്ടുള്ള റീസ്റ്റാർട്ട്സ് റയൽ കൊടുത്തിരുന്നു. ഇത് ബയണിനെതിരെ അവരൊരു സ്ട്രക്ചറിലേക്ക് ഇരിക്കുന്നതൊക്കെ മുന്നേ റയലിന് അവർക്കെതിരെ പ്ലേ ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഫസ്റ്റ് ഹാഫിലെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാലും ബയണിന് തന്നെയാണ് മേൽക്കൈ ഉണ്ടായിരുന്നതും. അത് ഗെയിമിൽ കാണാനും ഉണ്ടായിരുന്നു. റയലിനെ സംബന്ധിച്ച് അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നുകൂടെ ഗെയിം കൺട്രോൾ ചെയ്തിരുന്നത് ബയൺ മ്യൂണിക് ആയിരുന്നു. ഈ ഇൻറ്റൻസിറ്റി കൊണ്ട് റയൽ ലോങ് പോകുമ്പോഴും ബാക്ക് ലൈൻ നല്ല രീതിക്ക് ഡീൽ ചെയ്തെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഒരു പങ്ക് വൈഡർ ആയിട്ടുള്ള പ്ലേയേഴ്സിന് കൂടിയായിരുന്നു. കാരണം നല്ല രീതിക്ക് ബാക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അവർ. അണ്ടർനീത്ത് വന്നിട്ട് ആ സപ്പോർട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് വിനീഷ്യസ് ഒക്കെ റിസീവ് ചെയ്യുമ്പോൾ സ്വന്തം ഗോളിനോട് ഫേസ് ചെയ്തിട്ടാണ് ബയൺ അവരെ ഫോഴ്സ് ചെയ്തെന്ന് റിസീവ് ചെയ്യാനായിട്ട്. ആ ലേ ഓഫ് തടയാനായിട്ട് വൈഡർ പ്ലേയേഴ്സ് ആയിട്ടുള്ള ഒലിസ ആയാലും ലൂയിസ് ഡിയാസ് ആയാലും അണ്ടർനീത്ത് വന്നിട്ട് നല്ല രീതിക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഡിഫെൻസീവ്ലി. ഒലിസയ്ക്കൊക്കെ ഒഫെൻസീവ്ലി ബ്രില്യൻ്റ് ആയിട്ടുള്ള മാച്ച് ആയിരുന്നു. പക്ഷേ ഈ പറയുന്ന ഡിഫെൻസീവ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആരും കാണാതെ പോകുന്ന കോൺട്രിബ്യൂഷൻസ് ആണ്. അത് ഇന്നലെ കാഴ്ചവെക്കാനായിട്ട് വൈഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആയിട്ടുള്ള ലൂയിസ് ഡിയാസിനും ഒലിസയ്ക്കും പറ്റുന്നുണ്ടായിരുന്നു. ആ ഒരു സപ്പോർട്ടിന്റെ റിസൾട്ട് കൂടെ കൊണ്ടാണ് ഫസ്റ്റ് ഗോൾ ബയൺ സ്കോർ ചെയ്യുന്നത്. ശരിയാണ്, അവർ ലക്കിൻ്റെ ഒരു ഫാക്ടർ ഉണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ പൊസിഷൻ എടുക്കുന്നതനുസരിച്ചും ഹാർഡ് വർക്ക് ചെയ്യുന്നതനുസരിച്ചും ലക്ക് നമ്മളിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അവിടെ നിന്ന് വിനീഷ്യസ് ലേ ഓഫ് ചെയ്യുന്നത് ഒലീസയിൽ നിന്നിട്ട് ഡിഫ്ലക്ട് ചെയ്തിട്ട് ബയണിന്റെ പ്ലെയറിലേക്ക് വരികയാണ്. പിന്നീട് അവിടെ നടത്തുന്ന മൂവ്മെന്റിൽ നിന്നാണ് ബയൺ ആ ഗോൾ സ്കോർ ചെയ്യുന്നത്. അവിടെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. ബാക്ക് ലൈൻ ഇൻടാക്ട് ആയിരുന്നില്ല. അർണോൾഡ് അവിടെ റണ്ണ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സ്പേസ് ക്ലോസ് ചെയ്യാനും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇൻ ബിഹൈൻഡ് ലൂയിസ് ഡിയാസ് സ്കോർ ചെയ്യാണ്. ഞാൻ പറഞ്ഞു ഒലീസയ്ക്ക് ഇന്നലെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒഫെൻസീവ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നു. അതിൽ കെരാരസിനെയൊക്കെ നശിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ 1v1സിലേക്ക്. ഇതെങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്റ്റ് ആയിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഫുൾ ബാക്സും കൂടി കൊടുക്കുന്നതുകൊണ്ടായിരുന്നു ഒലീസയ്ക്ക് ഇങ്ങനെ 1v1s കിട്ടിയിരുന്നത്. ബയൺ തങ്ങളുടെ സെന്റർ ബാക്സിനെ വളരെ വൈഡ് ആയിട്ടാണ് ഡിപ്ലോയ് ചെയ്തിരുന്നത്. ആ ഒരു സെന്റർ ബാക്ക് റിസീവ് ചെയ്തിട്ട് ഫസ്റ്റ് ടച്ച് എടുത്തിട്ട് പ്ലേ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഫുൾ ബാക്സ് തങ്ങളുടെ മൂവ്മെന്റ്സ് ആരംഭിക്കും. ആ ഒരു ഓപ്പോസിഷൻ വിങ്ങറെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒലീസയ്ക്ക് 1v1s പിടിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിരുന്നു. ആ റൺ അവിടെ സ്റ്റോപ്പ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്ത് ത്രൂ ഔട്ട് ഒരു ഇൻ ഡെപ്ത് കൊടുക്കുന്ന റണ്ണായിട്ട് മാറ്റാനായിട്ട് ഫുൾ ബാക്സിന് സാധിച്ചിരുന്നു. ഇതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബയണിന്റെ ഫ്ലൂയിഡിറ്റി. ഹാരി കെയ്ൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ മിഡ്ഫീൽഡർ പോലെയായിരുന്നു ഇന്നലെ കളിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഇന്നലത്തേക്ക് മത്സരത്തിൽ ഒരുപാട് ഡ്രോപ്പ് ചെയ്ത് വന്ന് ആ ഒരു മിഡ്ഫീൽഡിൽ ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബയണിന് സാധിച്ചിരുന്നു. അതിന്റെ മുഖ്യ ധാരണ ഹാരി കെയ്ൻ കാരണമായിരുന്നു. ഇതോടൊപ്പം തന്നെ സെന്റർ ബാക്സ് വൈഡായിട്ട് ഡിപ്ലോയ് ചെയ്യപ്പെടുന്നു.
ഫ്രണ്ട് ടു ആയിട്ട് പ്രസ് ചെയ്യുന്ന റയലിനെ സംബന്ധിച്ചിട്ട് ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് എംബാപ്പയ്ക്കും വിനീഷ്യസിനും പറ്റിയിരുന്നില്ല. അത്രയധികം ഹാർഡ് വർക്ക് കിട്ടുന്ന പ്ലെയേഴ്സ് ഒന്നുമല്ല. അതിൻ്റെ റിസൾട്ടായിട്ട് തന്നെ സെൻറ്റർ ബാക്സിന് പലപ്പോഴും ബോൾ റിസീവ് ചെയ്തിട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. അത് ലൈൻ ബ്രേക്കിംഗ് പ്രോഗ്രഷൻസ് ആവുമ്പോൾ ഒലീസയിലേക്കും അല്ലെങ്കിൽ മിഡ്ഫീൽഡേഴ്സിനെയും കണ്ടെത്താനായിട്ട് വളരെ എളുപ്പമായിരുന്നു. ഇങ്ങനെ റയലിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു. ഒലീസയെ കൊണ്ടുള്ള തലവേദന പല രീതിക്കും റയലിനുണ്ടായിരുന്നു. ഈവൻ ഇഫ് ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള 4-4-2 ഇരിക്കുകയാണെങ്കിൽ പോലും സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് ഒലീസയിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു വേ ഔട്ട് കണ്ടെത്തിയാൽ സെൻറ്റർ ഓഫ് ദ പിച്ചിൽ അല്ലെങ്കിൽ മിഡിൽ സോണിൽ ഒരുപാട് സ്പേസസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളുടെ രണ്ടാമത്തെ ഗോൾ വരുന്നത്, ഹാരി കെയ്ൻ സ്കോർ ചെയ്തത്. പക്ഷെ അതിന് മുന്നേ തന്നെ ഒരുപാട് ചാൻസസിൽ നമുക്ക് ഈ ഒരു ഡേറ്റ് ഒക്കെ എടുത്ത് നോക്കി കാണാം. ബയൺ മ്യൂണിക്ക് ഉതിർത്ത ഷോട്ടുകൾ നോക്കാം. നിങ്ങൾ ഈ ഷോട്ടുകൾ ഏത് സോണിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. ഒട്ടുമിക്ക ഷോട്ടുകളും സെൻട്രൽ ആയിട്ടുള്ള സോണിൽ നിന്നാണ്. ഇതിന് കാരണം പക്കായിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടുള്ളത് ഞാൻ ഈ മെൻഷൻ ചെയ്തിട്ടുള്ള ഒലീസ പ്ലേയേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നു. അവിടെ നിന്ന് ബോൾ സർക്കുലേഷനോ അല്ലെങ്കിൽ പെനട്രേഷനോ സംഭവിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ആയിട്ട് ചാനൽ ഫ്രീ ആവും. അല്ലെങ്കിൽ ഒരു ചെറിയ ടൈം മതി ഒരു ഷോട്ട് തീർക്കാനായിട്ട്. അങ്ങനെ പല പ്ലേയേഴ്സും ആ ഒരു സോൺ ഒക്യുപ്പൈ ചെയ്തിട്ട് ഷോട്ടുകൾ എടുക്കും നമ്മൾ കണ്ടു. ഇനി റയലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എപ്പോഴത്തെയും പോലെ തന്നെ റയലിൽ ഇന്നും ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിലേറ്റവും ക്വസ്റ്റനബിൾ ആയിട്ട് തോന്നിയത് വാൽവെർഡെ ആയിരുന്നു. വാൽവെർഡേക്ക് ഒരു ഫ്രീഡം കൊടുത്തിരുന്നു റോം ചെയ്യാനായിട്ട്. ഓൺ പേപ്പറിൽ ഒരു റൈറ്റ് വിങ്ങർ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലെ മിഡ്ഫീൽഡറായിട്ട് ലിസ്റ്റ് ചെയ്തിരുന്ന വാൽവെർഡെ തങ്ങളുടെ ഹീറ്റ് മാപ്പൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ലെഫ്റ്റ് ഹാൻഡ് ചാനലിൽ ഒരുപാട് ഒക്യുപ്പൈ ചെയ്തിരുന്നു. ഓൾറെഡി റയലിന് പ്ലേയേഴ്സിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഒരു ചായ്വുള്ളതായിട്ട് നമുക്കറിയാം. അതോടൊപ്പം തന്നെ അപ്പുറത്തെ സൈഡിൽ ഗുളർ ഉണ്ട്, വാൽവെർഡെ ഉണ്ട്, എംബാപ്പെ ഉണ്ട്, വിനീഷ്യസ് ഉണ്ട്. ഇത്രയും പ്ലേയേഴ്സ് വരുമ്പോൾ ഒരുപാട് ഓവർലോഡ്സ് അവിടെ കിട്ടുമെങ്കിലും കൺജസ്റ്റഡ് ആയിട്ടുള്ള പ്ലേ അവിടെ കമ്പൈൻ ചെയ്യേണ്ടവർക്ക് വന്നു. ഇത് വിനീഷ്യസിനൊക്കെ എപ്പോഴും ഒരു 2v1 സിറ്റുവേഷനിലേക്ക് എത്തിച്ചിരുന്നു. പ്ലസ് അതുമാത്രമല്ല, ലെയ്മർ എപ്പോഴും വാൽവെർഡെനെ മാൻ മാർക്ക് ചെയ്തിട്ട് ഈവൻ മിഡ്ഫീൽഡിലേക്ക് വരെ ഫോളോ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഇത് ബയണിനെ സംബന്ധിച്ചിട്ട് കുറേ കാര്യങ്ങൾ എളുപ്പമാക്കി. കാരണം പിച്ചിനെ നാരോ ആക്കി വെക്കാനും ആ ഒരു ചെറിയ ടൈറ്റ് സ്പേസസ് മാത്രം മാർക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് അവർക്ക് വേണ്ടിയിരുന്നുള്ളൂ. പക്ഷെ എപ്പോഴും പിച്ചിൻ്റെ ഒരു സൈഡ് ലോഡ് ചെയ്തിട്ട് സ്വിച്ചസ് വന്നു കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. ആ ഒരു ഗെയിം പ്ലാൻ റയലിന് പക്കയായിട്ട് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഇന്നലെ റയൽ അതിൽ പരാജയപ്പെടുന്നുണ്ടായിരുന്നു. കാരണം റൈറ്റ് ഹാൻഡ് സൈഡിൽ യാതൊരുവിധ പരിപാടിയും ഫസ്റ്റ് ഹാഫിൽ റയലിന് കാഴ്ചവെക്കാനായിട്ട് പറ്റിയില്ല. കാരണം നമ്മൾ ഗെയിമിൻ്റെ മൊത്തത്തിലുള്ള പാസ് മാപ്പൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡെപ്ത് യൂസ് ചെയ്യാനായിട്ടൊന്നും റയലിന് സാധിച്ചിട്ടില്ല. ആ ഒരു ഏരിയയ്ക്ക് ഒരുപാട് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ ഗെയിമിൽ തന്നെ ഒട്ടുമിക്ക വ്യത്യാസങ്ങൾ റയലിന് കൊണ്ടുവരാൻ പറ്റും. പ്രത്യേകിച്ച് റൈറ്റ് ഹാൻഡ് സൈഡിൽ മാത്രമല്ല, സെൻട്രൽ ചാനലിൽ സ്പേസസ് ഓപ്പൺ ചെയ്യാനും അവിടുത്തെ ഡെപ്ത് കൂട്ടാനൊക്കെ ആയിട്ടും റയലിന് സാധിക്കും. പക്ഷെ ആ ഒരു സ്വിച്ച് കൊടുക്കാനായിട്ട് പ്ലേയേഴ്സ് നല്ല പൊസിഷൻസ് എടുത്തിരുന്നില്ല. പ്രത്യേകിച്ച് അർണോൾഡ് ആയാലും ഒരുപാട് അഡ്വാൻസ് ചെയ്യുന്ന കാഴ്ചയൊന്നും നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ടില്ല. ആ ഒരു ഡെപ്തിലുള്ള റണ്ണുകൾ നടത്തുകയോ ഓവർലാപ്സ് നടത്തുന്നതൊക്കെ വളരെ കുറവായിരുന്നു. ബയൺ അവരെ ബ്ലോക്കിലേക്ക് ഇരിക്കുമ്പോൾ റയൽ ആ ബ്ലോക്കിന് പുറത്തേക്ക് പ്ലേയേഴ്സിനെ ഇടുന്നുണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റഷ് ഡിഫൻസിനെ കൊടുക്കാനായിട്ട് റയലിന് സാധിച്ചു. ഇതിനെതിരെ ഒരു പ്രൊആക്റ്റീവ് അപ്രോച്ച് ആയിട്ടാണ് ബയൺ ഡിഫെൻഡ് ചെയ്തിരുന്നത്. ആ ഒരു ബ്ലോക്കിൽ നിന്ന് പുറത്ത് വന്നിട്ട് പ്രസ് ചെയ്യാനായിട്ട് ബയൻ്റെ പ്ലേയേഴ്സ് റെഡിയായിരുന്നു. ഇത് ചാനൽസിൽ സ്പേസസ് ഓപ്പൺ അപ്പ് ആക്കി. ഈ ചാനൽസ് റിസീവ് ചെയ്തിട്ട് ലിങ്ക് ചെയ്തിട്ട് സ്വിച്ചസ് നടത്താനായിട്ട് റയലിന് സാധിച്ചേനെ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ പ്ലേയേഴ്സ് പൊസിഷൻ എടുക്കാത്തത് കൊണ്ട് ഇൻസൈഡ് ചാനലിൽ അല്ലെങ്കിൽ മിഡ് സോണിൽ പ്ലേയേഴ്സിന് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല ആ സ്വിച്ചസ് കൊടുക്കാനായിട്ട്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് 1-0 അവസാനിക്കാനായിട്ട് രണ്ടാമത്തെ ഹാഫിൽ ഫസ്റ്റ് മിനിറ്റിൽ തന്നെ, അതായത് 45th മിനിറ്റിൽ തന്നെ ബയൺ തങ്ങളുടെ ലീഡ് 2-0 എന്നുള്ള രീതിക്ക് ഉയർത്തുകയാണ്. അതിനുശേഷം ഒരുപാട് ചേഞ്ചസ്, അതായത് സെക്കൻഡ് ഹാഫിലുള്ള ചേഞ്ചസ് തന്നെയായിരുന്നു. ആ ഒരു ഗോൾ ഫസ്റ്റ് മിനിറ്റിൽ വന്നുകൊണ്ട് തന്നെ ആ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളൂ. പക്ഷെ അതിനുശേഷം ഒരുപാട് ചേഞ്ചസ് ഈ പറയുന്ന സ്ട്രക്ചറിൽ റയൽ വരുത്താണ്. അതിൽ ഈ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ റൈറ്റ് ഹാൻഡ് സൈഡ് അവർ ഫിക്സ് ചെയ്യാണ്. എംബാപ്പെ റൈറ്റ് ഹാൻഡ് ചാനലിലേക്ക്, ഹാഫ് സ്പേസ് ചാനൽസിലേക്ക് ഒക്യുപ്പൈ ആയി നിൽക്കുന്നു. ഇപ്പുറത്തെ സൈഡിലേക്കും വന്നിരുന്നു എംബാപ്പെ. പക്ഷേ പ്രൈമറിലി ആ ഒരു സൈഡ് ഒക്യുപ്പൈ ചെയ്യാനായിട്ട് എംബാപ്പെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ലെഫ്റ്റ് ബാക്കിനൊക്കെ ഒക്യുപ്പൈ ചെയ്ത് നിൽക്കുമ്പോൾ ഇത് മറ്റു പ്ലേയേഴ്സിന് സ്പേസ് ഉണ്ടാക്കി കൊടുത്തു. ആ ഒരു സെൻറ്റർ ഓഫ് ദ പിച്ചിൽ വാൽവെർഡെ ഒക്കെ കൂടുതൽ ഓപ്പണായി ആക്റ്റീവായി മറ്റു പ്ലേയേഴ്സ് ഇൻവോൾവ് ആവാൻ തുടങ്ങി. കൂടുതൽ ചാൻസ് ക്രിയേഷൻസ് റയലിന് അതിലൂടെ സാധിക്കാൻ പറ്റി. പിന്നീട് വന്ന സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറയുന്നത് പിറ്റാർജിനെ വൈഡർ ആയിട്ടുള്ള ചാനലിലേക്ക് മാറ്റുന്നു. മിഡ്ഫീൽഡായിട്ട് ഡിപ്ലോയ് ചെയ്തിരുന്ന പ്ലെയർ ആയിരുന്നു, നല്ല പ്ലെയറാണ്. ആ ഒരു പ്ലെയറെ വൈഡർ ചാനലിലേക്ക് കൊടുത്തിട്ട് സ്ട്രക്ചറലി അത് നല്ല കാര്യമായിരുന്നു. പക്ഷേ പ്ലെയർ പ്രൊഫൈൽസ് അനുസരിച്ചിട്ട് ബെല്ലിംഗം വന്നപ്പോഴാണ് അത് എഫക്റ്റീവായിട്ട് വന്നത് റയലിനെ സംബന്ധിച്ചിട്ട്. കാരണം ബെല്ലിംഗം വന്നപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ പ്ലെയേഴ്സ് തമ്മിലുള്ള ഈ കോഹിഷൻ ഇമ്പ്രൂവ് ആവുന്നു. അതോടൊപ്പം ബെല്ലിംഗം വൈഡർ ചാനലിലേക്ക് ഡ്രിഫ്റ്റ് ഔട്ട് ചെയ്യുന്നു. ഇത് ബെല്ലിംഗം ഒരു പ്ലെയറേയും കൊണ്ടാണ് പോയിരുന്നത്. അതോടൊപ്പം തന്നെ ഇൻസൈഡിൽ മിഡ് സോണിൽ സ്പേസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് റിസൾട്ട് ചെയ്തിരുന്നു. വൈഡറായിട്ടുള്ള ചാനൽസിലേക്ക് ഡ്രിഫ്റ്റ് ഔട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ മാർക്ക് ചെയ്യുന്ന പ്ലേയേഴ്സിൽ നിന്നിട്ട് റൺ ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ബെല്ലിംഗത്തിന് സാധിച്ചിരുന്നു.
അതുകൊണ്ട് തന്നെ വൈഡർ ആയിട്ടുള്ള ചാനൽസിൽ കൂടുതൽ കോമ്പിനേഷൻസ് വന്നു തുടങ്ങി. അവിടെ നിന്ന് ബെല്ലിങ്ങും ബോൾ പ്രോഗ്രഷനും ഡിക്റ്റേഷൻസും ത്രൂ ബോൾസ് ഒക്കെ കൊടുക്കാനായിട്ട് ബെല്ലിങ്ങത്തിന് സാധിച്ചു. അതേപോലെ ഒരു കിടിലായിട്ടുള്ള ചാൻസ് ബെല്ലിങ്ങം നേടിക്കൊടുത്തിരുന്നു. പക്ഷെ ബ്രില്യൻ്റ് ആയിട്ട് നോയർ ഇന്നലെ ചെയ്ത പല സേവുകളിൽ ഒന്നായിട്ട് അത് മാറിയെന്ന് മാത്രം. ബെല്ലിങ്ങം വന്നപ്പോൾ ആ ഒരു വ്യത്യാസം ട്രെൻഡിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പാസ് മാപ്പൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ട്രെൻഡിൻ്റെ പാസ് മാപ്പിൽ വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. ബെല്ലിങ്ങം വാൽവെർഡെ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് വാൽവെർഡെ കൊടുക്കുന്നൊരു പാസിന് ഇൻ ഡെപ്ത് ട്രെൻഡ് നടത്തുന്ന ഒരു റണ്ണിലൂടെയാണ് ആ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആ ഇഷ്യൂ ഫസ്റ്റ് ഹാഫിൻ്റെ കാര്യത്തിൽ പറഞ്ഞതാണ്. ആ ഒരു ഇഷ്യൂവിനെ സോൾവ് ചെയ്യുന്നതിലൂടെ റയലിന് നല്ലൊരു ചാൻസ് വരികയും ഗോൾ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. അതോടൊപ്പം തന്നെ എംബാപ്പയുടെ ക്ലിനിക്കലായിട്ടുള്ള ഫിനിഷ് ഉണ്ടായിരുന്നു. സ്ട്രൈക്കേഴ്സൊക്കെ കാണുകയാണെങ്കിൽ ഒരു ഡിഫൻഡറെ ബ്ലൈൻഡ് സൈഡിൽ എങ്ങനെ റൺ നടത്താമെന്നുള്ളതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് എംബാപ്പെ ഇന്നലെ ആ ഗോളിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. അങ്ങനെ പിന്നീടും ഒരുപാട് ചാൻസസ് റയലിന് വന്നു. പക്ഷേ ഈക്വലൈസർ സ്കോർ ചെയ്യാനൊന്നും അവർക്ക് സാധിച്ചില്ല. ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡിലെ ഇഷ്യൂസൊക്കെ അവർ സോർട്ട് ചെയ്യാൻ ഒന്നുകൂടെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും സെക്കൻഡ് ലെഗ് നല്ലൊരു പ്രതീക്ഷയിലൂടെയാണ് നമുക്ക് കാണാൻ പറ്റുക. കാരണം റയൽ മാഡ്രിഡ് ആണ്, ചാമ്പ്യൻസ് ലീഗ് ആണ്, എഴുതി തള്ളാനേ പറ്റാത്തൊരു ടീമാണ്. സോ സെക്കൻഡ് ലെഗിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. എന്താവും എന്നുള്ള എക്സൈറ്റ്മെൻറ്റ് നമ്മുടെ മുന്നിലുണ്ട്. ഈ ഒരു മാച്ചിൻ്റെ അനാലിസിസ് ഇങ്ങനെയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാവരുടെ സപ്പോർട്ടിന് വീണ്ടും ഞാൻ നന്ദി പറയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.